നമ്മളാരും പൂർണ്ണരല്ല. നമുക്കെല്ലാവർക്കും നമ്മളിൽ തന്നെ തിരുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മനുഷ്യരെല്ലാവരും പലവിധമല്ലേ? ബഹുജനം പലവിധം. ചിലർക്ക് സ്വന്തം കുറവുകൾ അംഗീകരിക്കാൻ സാധിക്കും. ചിലർക്ക് അവരുടെ സ്വഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനേ സാധിക്കുള്ളൂ. മറ്റുള്ളവരുടെ ഏറ്റവും മോശമായ വിമർശകരായി തീരും ചിലർ. സെൽഫ് അക്സെപ്റ്റൻസ് ഒരു കലയാണ്. സ്വയം അംഗീകരിക്കുക, അതായത് സ്വന്തം കുറ്റങ്ങളും കുറവുകളും കഴിവുകളും ഉൾപ്പെടെ സ്വയം തിരിച്ചറിയുക. ശക്തികളെയും ബലഹീനതകളെയും തിരിച്ചറിയുന്നു. സ്വയം യഥാർത്ഥ ശക്തികളെ തിരിച്ചറിയുന്നു. ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് സ്വയം പീഡിപ്പിക്കാതെ അംഗീകരിക്കുന്നു. മറ്റുള്ളവരുടെ അംഗീകാരം നോക്കാതെ സ്വയം നല്ല ഭാവം പുലർത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്വയം സ്നേഹിച്ചും ബഹുമാനിച്ചും നല്ല മനുഷ്യരായി കാണുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എന്നോട് തന്നെയാണ് വെറുപ്പെന്ന്. ഇത്തരം ആളുകൾക്ക് ഒരിക്കലും സ്വയം അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അതവർക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ ചില വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ ബാക്കിപത്രമാവാം. സ്വയം അംഗീകരിക്കാൻ പഠിക്കുന്നവർ സ്വന്തം ചിന്തകളെ ശ്രദ്ധിക്കും. മറ്റുള്ളവർ എന്താണ് ചിന്തിച്ചതെങ്കിലും അവരെ സന്തോഷിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും വേണ്ടി നിങ്ങളെ സ്വയം വൈകാരികമായി തളർത്താനും സമ്മർദ്ദത്തിലാക്കാനും നിൽക്കില്ല. സ്വയം ബഹുമാനം കൊടുക്കുന്നു. ആളുകളെ സന്തോഷിപ്പിക്കുവാനായി സ്വയം അവഗണന എന്ന ദോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ ഇവർ തയ്യാറാകില്ല. നോ പറയാൻ പഠിക്കും ഇക്കൂട്ടർ. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതി തന്നോടും മറ്റുള്ളവരോടും സത്യസന്ധതയില്ലാതെ പെരുമാറാൻ ഇവർക്കാവില്ല. സ്വയം അംഗീകരിക്കുക എന്നത് നിങ്ങളുടെ ശക്തിയും വ്യക്തിപരമായ തെറ്റുകളും ന്യായവിധിക്ക് വിധേയമാക്കാതെ പരിപൂർണമായി അംഗീകരിക്കുവാനുള്ള കഴിവാണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് നമുക്കൊരു പ്രാക്ടീസ് ആവാം. നമ്മളെ നമ്മൾ തന്നെ മൂന്നാമതൊരാളായി നിന്നുകൊണ്ട് വിലയിരുത്തുന്നു. ബുക്കിൽ 2 കോളം വരയ്ക്കാം. ഒന്നിൽ സ്വന്തം കഴിവുകൾ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ സ്വയം തിരുത്തേണ്ട സ്വഭാവങ്ങൾ എഴുതുക. എന്നിട്ട് കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ എന്തെല്ലാം ചെയ്യണം, ഇപ്പോൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എത്ര സമയം ചെലവിടുന്നുണ്ട്, ഇനി എത്ര മെച്ചപ്പെടുത്താം എന്ന് ആത്മപരിശോധന നടത്തണം. സ്വന്തം കുറ്റങ്ങളും കുറവുകളും എന്തെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഇനി നമുക്ക് നമ്മുടെ പരിമിതികളെ എങ്ങനെ അവസരമാക്കാമെന്ന് നോക്കാം. സ്വന്തം പരിമിതികളും കഴിവുകളും തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് കുട്ടികളെ കൂടി ഈ പ്രാക്ടീസ് പരിശീലിപ്പിക്കുക. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.